ജയിലിൽ വെച്ച് അല്ലെങ്കിൽ ജയിലിൽ നിന്ന് എന്നെ പെട്ടെന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് സംഘികൾ സഹായിച്ചു എന്ന് എവിടെയോ പറയുന്നത് കേട്ടു. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ദുബായ് ജയിലിൽ നിന്ന് എനിക്ക് ഇറങ്ങണമെങ്കിൽ ഒരാൾ വിചാരിച്ചാൽ മതി, ഞാൻ വിചാരിച്ചാൽ മതി, ഒരു മാപ്പ് ഒന്ന് മാപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കരച്ചിൽ കരഞ്ഞാൽ അവർ എന്നെ പിടിച്ചന്ന് തന്നെ വിടും. പക്ഷെ എനിക്കത് ഒരുപാട് അവസരങ്ങൾ തോന്നുന്നു, ഞാനത് ചെയ്തില്ല. പിന്നീട് കോടതിയിൽ ഞാൻ ഞാൻ ചെയ്ത തെറ്റാണെന്ന് സമ്മതിച്ചില്ല. അപ്പീൽ കോർട്ടിൽ എനിക്ക് ആദ്യത്തെ കോടതിയിൽ വിധിച്ച ശിക്ഷ വെറും 3 വർഷം തടവാണ്. അപ്പീൽ കോർട്ടിൽ എനിക്ക് 3 വർഷം തടവും 5 ലക്ഷം ദിർഹംസ് ഫൈനും അത് വിധിച്ചു. അപ്പോൾ എവിടെയാണ് സഹായിച്ചത്? ഞാൻ ദുബായിൽ 3 വർഷം ശിക്ഷക്ക് പകുതി ശിക്ഷ അനുഭവിച്ചാൽ മതി. അതിപ്പോൾ കേരളത്തിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എല്ലായിടത്തും പാകിസ്ഥാനിലൊക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞത്. കേരളത്തിലും ഒരുപാട് ഇളവുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ നിയമം അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ പകുതി ശിക്ഷ കഴിഞ്ഞാൽ അവർ വിടും. എൻ്റെ പകുതി ശിക്ഷ ഒക്ടോബറിൽ കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഡിസംബറിൽ മോചന ലിസ്റ്റിൽ എൻ്റെ പേര് വന്നു. എപ്പോൾ? ഡിസംബറിൽ. അപ്പോൾ എൻ്റെ കൂടെ മോചന ലിസ്റ്റ് പേര് വന്നവർ ഇറങ്ങിയിട്ട് 100 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ അവർ ഇറക്കി വിട്ടത്. എൻ്റെ കൂടെയുള്ള എൻ്റെ നാടിന് തൊട്ടടുത്തുള്ള ഒരു ആളുണ്ടായിരുന്നു. അവനെ പെണ്ണ് കേസിൽ പിടിച്ചതാണ്. അവനെ മോചന ലിസ്റ്റിൽ പേര് വന്ന് 10-15 ദിവസത്തിനകം അവൻ കയറി നാട്ടിലെത്തി. ഞാനിങ്ങനെ ദിവസവും രാവിലെ എണീറ്റ് നിന്നിട്ട് അവിടെ ജയിലിൻ്റെ വാതിലുണ്ട്. ഞങ്ങളൊരു ചേംബർ എന്ന് പറഞ്ഞാൽ 8 സെല്ലുകളുള്ള ഒരു വലിയ മുറി. അതിലൊരു ഹാളുണ്ടാവും. 8 സെല്ല് കടമുറികൾ പോലത്തെ കുഞ്ഞു കുഞ്ഞു സെല്ലുകളാണ്. അതിലൊരു സെല്ലിൽ 6 പേരുണ്ടാവും. അപ്പോൾ അതൊക്കെ വലുതാക്കിയിട്ട് അപ്പോൾ ഈ സെല്ല് പൂട്ടില്ല, ആ ചേംബർ പൂട്ടും. അങ്ങനെ 6 ചേംബറുകൾ ഒരു സെക്ഷനിലുണ്ടാവും. അങ്ങനെ ഒരു ബിൽഡിങ്ങിൽ 4 സെക്ഷനാണ്, A, B, C, D. ഞാൻ A സെക്ഷനിലായിരുന്നു. A സെക്ഷനിൽ എൻ്റെ ചേംബർ എന്ന് പറഞ്ഞാൽ A3 ആണ്. അതിൽ A1 ഉണ്ട്, A2 ഉണ്ട്, A3 ഉണ്ട്, A4 ഉണ്ട്, A5 ഉണ്ട്, A6 ഉണ്ട്. എൻ്റെ ചേംബർ എന്ന് പറഞ്ഞാൽ A3 ആയിരുന്നു. ഞാൻ ആ A3യിൽ കയറി. പിന്നെ ഒരു അടിയൊക്കെ നടന്ന ശേഷം ഒരു A2ൽ 2 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ബിൽഡിംഗ് 3യിൽ കുറച്ച് ദിവസം, ഒരു 2 മാസത്തിൽ കൂടുതലുണ്ടായിരുന്നു. പക്ഷെ മെയിനായിട്ട് ഞാൻ പിന്നെ വീണ്ടും എൻ്റെ ഇതൊക്കെ ശിക്ഷയൊക്കെ കഴിഞ്ഞ് വീണ്ടും ജയിലിൽ ശിക്ഷ കഴിഞ്ഞ് വീണ്ടും A3യിലേക്ക് കയറി. അപ്പോൾ ആ ചേംബറിൻ്റെ അവിടെ ഞാൻ എന്നും ഇങ്ങനെ പോയി നിൽക്കും രാവിലെ. അപ്പോൾ പലരെയും പോലീസ് ഒന്ന് പേരൊക്കെ വിളിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും, എന്നെന്താ വിളിക്കാത്ത എൻ്റെ പേര്? അപ്പോൾ എന്നിട്ട് ഈ പോകാത്ത ആരെങ്കിലും ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ പോയിട്ട് അവിടുത്തെ മുലാസിം ഓഫീസർമാരുണ്ട്, സിംഗിൾ സ്റ്റാറുണ്ട്, ഡബിൾ സ്റ്റാർ, ഇവരോടൊക്കെ അത് ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ എല്ലാവരും പറയും, ലിസ്റ്റിൽ നിൻ്റെ പേരില്ല. പിന്നെ അവസാനം ഞാൻ എൻ്റെ വാപ്പനെ കൊണ്ട് വിട്ട് ചോദിച്ചു. അവർ പറഞ്ഞു, ഇല്ല, നിൻ്റെ പേരില്ല. അപ്പോൾ എൻ്റെ പേരില്ലെങ്കിൽ എൻ്റെ ശിക്ഷ 9 മാസം, 1 വർഷം എന്ന് പറഞ്ഞാൽ 9 മാസമാണ്. അതിൽ പല ഇതുണ്ട്, അത് വിശദമായിട്ട് വേറൊരു വിഷയത്തിൽ പറയേണ്ടതാണ്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ പകുതി ശിക്ഷയിൽ വിടുന്നില്ലെങ്കിൽ 27 മാസമാണ്. അപ്പോൾ 1 വർഷം 9, 27 മാസം, അതെന്തായാലും വിടണം. പിന്നെ ഫൈനടക്കാത്ത 6 മാസം, ടോട്ടൽ 33 മാസം. ഈ വർഷം ജനുവരിയിലാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ ശിക്ഷ കഴിയുക. ഇവിടുത്തെ സിസ്റ്റത്തിലും എൻ്റെ റിലീസ് ഡേറ്റ് ആ ഡേറ്റിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. 2024 ജനുവരി 22-ാം തീയതിയാണ് എൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ എന്നെ മാർച്ച് 8-ന് എന്തുകൊണ്ട് വിട്ടു? പകുതി ശിക്ഷ കഴിഞ്ഞ എല്ലാവർക്കും പോകാം. അതിന് പോകാൻ പറ്റാത്ത ചില കണ്ടീഷൻ, നിങ്ങൾ ഒരു കളവ് നടത്തി അല്ലെങ്കിൽ നിങ്ങളൊരു കവർച്ച നടത്തി കഴിഞ്ഞാൽ ആ കവർച്ച പൈസ തിരിച്ചു കൊടുക്കണം. എന്നാലേ നിങ്ങൾക്ക് പകുതി ശിക്ഷ കഴിഞ്ഞാൽ പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ 1 വർഷം 9 മാസം എന്ന് 1 വർഷം എന്ന് പറഞ്ഞാൽ 9 മാസം എന്നുള്ള കണക്കിൽ കിടക്കണം. പിന്നെ ഫൈനിൻ്റെ തടവും കൂടി കിടന്നാലേ നിങ്ങളെ വിടുകയുള്ളൂ. നിങ്ങൾ മില്യനൊക്കെ അടിച്ചിട്ട് പകുതി ശിക്ഷ കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ പരിപാടി നടക്കില്ല. ആ മില്യന് തിരിച്ചു കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ നിങ്ങളെ പകുതി ശിക്ഷ കഴിഞ്ഞാൽ വിടും. അപ്പോൾ
എന്നെ പകുതി ശിക്ഷ കഴിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി. അതായത് എൻ്റെ നാട്ടുകാരനെ മറ്റേ സ്പീക്കറിൽ പേര് വിളിക്കുമ്പോൾ അവനേക്കാളൊക്കെ മുന്നേ എൻ്റെ പേര് വിളിച്ചതാ. പക്ഷെ എൻ്റെ ഒപ്പം പേര് വിളിച്ച് എല്ലാവരും ഇറങ്ങിപ്പോയിട്ട് അവരൊക്കെ ഇറങ്ങിപ്പോയിട്ട് 2-2.5 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അതും അവസാനം വേണ്ടിയിട്ട്. എനിക്ക് പിന്നെ പ്രതീക്ഷകളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓഹോ, എന്നെ പകുതി ശിക്ഷ കഴിഞ്ഞാൽ വിടുന്നില്ല. അപ്പോൾ പിന്നെ മൊത്തം ശിക്ഷ ഇവർ എന്നെ അനുഭവിപ്പിച്ചിട്ട്, അതായത് ഒരു ആചാര ലംഘനമാണ് അവിടെ നടക്കുന്നത് എൻ്റെ വിഷയത്തിൽ മാത്രമായിട്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്നെ അവർ മാക്സിമം വലിപ്പിച്ചിട്ട് വിട്ടത്. അപ്പോൾ എനിക്കിത് മുന്നേ അറിയാമായിരുന്നു, കാരണം എന്നെ ഇവർ മാക്സിമം വലിപ്പിച്ചിട്ട് വിടും എന്നുള്ളത്. അതിന് മുന്നേ ഞാൻ ഈ പേര് ലിസ്റ്റിൽ വന്ന അന്ന് തന്നെ ഞാൻ എംബസിയെ കാണാൻ പോയി. കോൺസുലേറ്റിൽ കാണാൻ പോയി. എംബസി ഇവിടെ അബുദാബിയിലാണല്ലോ കോൺസുലേറ്റ്, ദുബായ് കോൺസുലേറ്റാണ്. അപ്പോൾ അവിടെ കാണാൻ വരുന്ന അയാളൊരു മുസ്ലിം നാമധാരിയാണ്. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, പുറത്ത് പോയി കഴിഞ്ഞാൽ നീ ഇവിടെ നടന്നൊക്കെ പറയുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നെ എനിക്കൊരു പകവിട്ടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊക്കെയാണ് പിന്നെ ഞാൻ അയാളെ പറ്റി പിന്നെ കൂടുതൽ പറയാത്തത്. നമ്മളൊരു വ്യക്തിയോ പകവിട്ടിട്ട് കാര്യമില്ല. അയാൾക്ക് ഒരു മുസ്ലിമിന് എന്ത് മനുഷ്യത്വം, അവന് മറ്റേ മതത്വം മാത്രമേ ഉള്ളൂ, അവന് മനുഷ്യത്വം ഇല്ല. അപ്പോൾ അവർക്ക് അത് അവരുടെ തലയിലുള്ള ഭ്രാന്ത് കൊണ്ടാണ്. അങ്ങനെ അവരെ പോലെ ഞാനും ഭ്രാന്തനായി കഴിഞ്ഞാൽ ഞാൻ ഈ എന്താണ് ഇത്രയും കഷ്ടപ്പെട്ടത് എന്തിനാണ്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവരുടെ ഭ്രാന്ത് മാറ്റാനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പോൾ അയാൾ ഒരു സുഡാപ്പി ആയതുകൊണ്ട് തന്നെ നാട്ടിലെ അവിടുത്തെ KMCCൻ്റെയും പിന്നെ അതുപോലെയുള്ള മുസ്ലിം സംഘടനകളുടെ സ്വാധീനമൊക്കെ അയാളിലുണ്ടാവാം. അയാൾ ആദ്യം വന്നപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ആദ്യം അയാൾ അതാ പറഞ്ഞത്. അപ്പോൾ ആദ്യം 3 വട്ടം തിങ്കളാഴ്ചയാണ് പോലീസ് സ്റ്റേഷനിൽ എംബസി കാണാൻ വരിക, കോൺസുലേറ്റ്. 3 വട്ടം. ആദ്യം വട്ടം വന്നപ്പോൾ എനിക്ക് ഉപകാരം ഉണ്ടായി. കാരണം അയാൾ എന്നോട് ആദ്യം ചോദിച്ചത്, നീ മീഡിയ പേഴ്സൺ ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മീഡിയ പേഴ്സൺ ഒന്നുമല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. അപ്പോൾ എന്നെ അറിയുന്ന എന്നെ ഇഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു മനുഷ്യത്വമുള്ള ഒരുപാട് പേർ ഇന്ത്യൻ കോൺസുലേറ്റിലും അവിടെ ഇവിടെയൊക്കെ പരിശ്രമിച്ച ഒരുപാട് പേർ, അതുകൊണ്ടാണല്ലോ അയാൾ മീഡിയ പേഴ്സൺ ആണെന്ന് ചോദിച്ചത്. ഒരുപാട് പേർ അവിടെ ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഈ അവർ വന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ മകളും പങ്കാളി ഇവിടെ ഉണ്ട്, അവരെ പറ്റി ഒരു വിവരമില്ല, എന്നെ പിടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അവർ കുറച്ചായിട്ട് വന്നിട്ട് അവർക്ക് ഈ നാടിനെ പറ്റി അറിയൊന്നുമില്ല, അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു തരാം. അങ്ങനെ നമ്പർ ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ മൊബൈൽ CID പിടിച്ചു പറ്റിയതുകൊണ്ട് നമ്പറൊന്നും ഓർമ്മയില്ല. അങ്ങനെ പെങ്ങളുടെ നമ്പർ ഓർമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ പെങ്ങളുടെ നമ്പർ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇദ്ദേഹം പോയിട്ട് പെങ്ങൾക്ക് വിളിച്ചു. അടുത്ത തിങ്കളാഴ്ച അദ്ദേഹം വീണ്ടും വന്നപ്പോൾ എന്നോട് പറഞ്ഞു, വിളിച്ചു, അവരൊക്കെ നാട്ടിലെത്തി. അപ്പോൾ നമുക്കൊരു കുഴപ്പമില്ല, ഒരു മനസ്സമാധാനമായി. പിന്നെ അടുത്ത ആഴ്ച ഒരാഴ്ച കൂടി വീണ്ടും വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, കേസിനെ പറ്റിയിട്ടൊക്കെ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, 3 മാസവും ഫൈനുമായിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ അത് പിന്നെ വന്നപ്പോൾ അത് പിന്നെ പറഞ്ഞ കാര്യമില്ല, എല്ലാവരും അങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ. പിന്നെ എൻ്റെ തണ്ടവും അല്ലെങ്കിൽ ഞാൻ മറ്റേ ജഡ്ജിനോട് ഇതാക്കാത്ത കാരണമൊക്കെ ആയിരിക്കാം. എന്താണ്, എന്നോട് പലരും പറഞ്ഞതാണ് ഒന്ന് കുനിയണം. പക്ഷേ സ്വാഭാവികമായിട്ടും എനിക്ക് കുനിയാൻ പറ്റുന്നില്ല, ഡിസ്കിന് കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് അങ്ങനെ വന്നു. പിന്നെ അവിടെ വക്കീലിനെ വെക്കാനാണെങ്കിലും എന്താണ് ഈ വക്കീൽ നമ്മളോട് എന്താ പറയുക, മാപ്പ് പറയുക എന്നുള്ളത് തന്നെയാണ് പറയുക. പക്ഷെ എനിക്കത് വയ്യായിരുന്നു. കാരണം എനിക്ക് അത് വയ്യായിരുന്നു ചോദിച്ചാൽ അതൊരു മണ്ടത്തരമല്ല എന്ന് ചോദിച്ചാൽ അല്ല, അതൊരു വേറെ എനിക്ക് വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നീട് ഞാൻ എൻ്റെ സ്വഭാവം പുറത്തെടുക്കും. പക്ഷെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ എന്തായി, ഇതെൻ്റെ കുട്ടിയാണ് ഇവൻ. ഞാൻ എന്താണ് ഇവന് പലരും വിചാരിക്കും കാതർ ഒതുങ്ങിയതല്ല. കാതറിന് കുട്ടീനെ ഇവൻ എന്താണ്, ഞാൻ ജയിലിലിരിക്കുമ്പോൾ ഇവനില്ല, ഞാൻ ജയിലിൽ കയറുമ്പോൾ ഇവനില്ല, ഞാൻ ജയിലിൽ ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടാവുകയില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവൻ എന്താ പറയുക, ഞാൻ ആദ്യം എൻ്റെ പങ്കാളിക്ക് വിളിക്കുന്നത് ജയിൽ കയറിയിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോഴാണ് എനിക്ക് ഫോൺ വിളിക്കാൻ സൗകര്യം കിട്ടിയത്. അപ്പോഴാണ് അവർ ജയിലൊക്കെ മാറ്റി ന്യൂ ജയിൽ എന്ന് പറഞ്ഞിട്ട്, അവിടുത്തെ ക്യാപ്റ്റനൊക്കെ നല്ലൊരു മനുഷ്യനായിരുന്നു. എന്നിട്ട് അവിടെ കയറിയപ്പോഴാണ്
എന്താ പറയുക, ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ സൂപ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ലെവലാണ്, 3 സ്റ്റാർ വെച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ അതിൻ്റെ മേലെ പിന്നെ മുദീറാണ്, ജയിലിൻ്റെ മുദീർ. അയാൾ സെൻട്രൽ ജയിലായിരിക്കും. അപ്പോൾ ഈ ക്യാപ്റ്റൻ വളരെ നല്ല മനുഷ്യനായിരുന്നു അയാൾ. അത് പിന്നെ അത് നിങ്ങൾ എൻ്റെ ജയിൽ കഥകൾ വായിക്കണം, അങ്ങനെ ഫ്രീ ആയിട്ട്. അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അതിൽ വളരെ വിശദമായിട്ട് അതിലുണ്ട്. അപ്പോൾ എന്താണ്, ഇവൻ അപ്പോഴാണ് ഞാൻ 1 മാസം കഴിഞ്ഞ് വിളിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ഭയപ്പെട്ടിരുന്ന ആ വാർത്ത എന്നോട് അവൾ പറഞ്ഞു. എനിക്കപ്പോഴേ അറിയാമായിരുന്നു, കാരണം പിന്നെ ജോലിക്കൊക്കെ പോകണ്ടേ എന്നുള്ളൊരു രീതിയിൽ. കൊച്ചു 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 അപ്പോൾ എന്താണ്, എന്നിട്ട് ഇവനുണ്ടായി. എന്നിട്ട് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ പറയുക, ഒരു പിതാവിൻ്റെ വാത്സല്യം ഇവൻ അനുഭവിക്കണം എന്നുള്ളതുകൊണ്ട് കുറേയൊക്കെ ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. കുറച്ച് കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്നെ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സഹായമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു MP യുടെ സഹായമോ ആരും സഹായിച്ചിട്ടില്ല. എന്തിനും സഹായിക്കണം? ഞാൻ ആരുടെ സഹായം ചോദിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നു, ആരുടെ സഹായം ആവശ്യമില്ല, ഇതെൻ്റെ ക്രിമികടിയാണ് എന്നൊക്കെ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞതാണ്. പിന്നെ ദുബായിൽ ആരും ഇടപെട്ടിട്ട് കാര്യമില്ല. അവിടെ സുഡാപ്പികൾക്കാണ് അവിടെ അവിടെ അവരുടെ ഭരണമാണ്. ഇവിടെ സംഘികളുടെ ഭരണം. ഇവിടെ ഹിന്ദുക്കളുടെ മേധാവിത്വമാണെങ്കിൽ അവിടെ മുസ്ലിങ്ങളുടെ മേധാവിത്വമാണ്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ എനിക്ക് 2 കേസ് വന്നു. ഇപ്പോൾ 4 ദിവസം ഞാൻ അകത്ത് കിടന്നു. 2000 രൂപ, ആദ്യം 1000 രൂപ ഫൈന്, രണ്ടാമത് 2000 രൂപ ഫൈന് വന്നു. രണ്ടാമത് 2000 രൂപ ഫൈന് വന്നപ്പോൾ എനിക്ക് ക്രിമികടി. ഞാൻ പറഞ്ഞു എനിക്ക് അടക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു എന്നുള്ളത് വേറൊരു സത്യം. കാരണം അന്ന് മൊബൈലിൽ ബാലൻസ് ഇല്ല, അപ്പോൾ പൈസയും ഇല്ല. പിന്നെ അപ്പോൾ പങ്കാളി വിളിച്ചിട്ട് അവളെന്തോ ഒരു ആവശ്യത്തിന്. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിരുന്നു, ഞാനൊന്ന് കോടതിയിൽ വരെ പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവൾ ചോദിച്ചു പൈസ ഞാൻ അടക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ സത്യസന്ധമായിട്ട് പറയാമല്ലോ, അപ്പോൾ എൻ്റെ മൊബൈലിൽ റീചാർജ് ഇല്ല. അപ്പോൾ ഞാനൊന്ന് നീ റീചാർജ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ജയിലിൽ പോകുകയാണെന്ന് പോസ്റ്റൊക്കെ ഇട്ടിട്ട് ജയിലിൽ പോകുന്നുള്ള വീരനാകാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല. അവൾ പറഞ്ഞു ഞാൻ റീചാർജ് ചെയ്യില്ല. അപ്പോൾ ഞാൻ പറയുന്നത് അതിൻ്റെ പൈസയും വേണ്ടെന്നും പറഞ്ഞിട്ട് ഇതാക്കി. എന്നിട്ട് പോലീസുകാർ, ജഡ്ജി ആദ്യം ജഡ്ജി 2000 ഫൈൻ വിധിച്ചു. ഞാൻ പൈസ ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ജഡ്ജി രണ്ടാമതും എന്താണ് പറഞ്ഞു, ഞാൻ പൈസ ഇല്ല. അപ്പോൾ നിനക്കത് ആദ്യം മുന്നേ പറഞ്ഞു കൊടുന്ന് പറഞ്ഞിട്ട് ജഡ്ജി ദേഷ്യം പിടിച്ചു. 2000 രൂപയിൽ ഞാൻ പറയും 2 ദിവസം കൊണ്ട് ഞാൻ ഒപ്പിച്ചിട്ട് അടച്ചാൽ പോരെ. അതൊരു സത്യം, ഒരു കാര്യമല്ലേ. ഇപ്പോൾ ഒരാൾ കോർട്ടിൽ പോകുന്നത് കയ്യിൽ പൈസ പിടിച്ചിട്ടൊന്നുമല്ലല്ലോ. അപ്പോൾ ഫൈനാണ്, ഓക്കെ, ഫൈനാണെങ്കിൽ ഒരാഴ്ച സമയം കൊടുക്കണ്ടേ ഒരാൾക്ക് ഫൈൻ അടക്കാൻ. പെട്ടെന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് മറ്റേ ഇത്ര രൂപക്ക് പാലെന്ന് പറഞ്ഞാൽ നമുക്ക് പാലിന് എത്ര വില എന്നാണ്. അപ്പോൾ കീശയിലെ പൈസ എടുത്തിട്ടല്ലല്ലോ പോകുന്നത്. എനിക്കറിയില്ല അതിൻ്റെ എന്താണ് നിയമവശം എന്ന്. എനിക്കതൊരു ശരിയല്ലാത്തൊരു നടപടിയായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ പൈസ കിട്ടുമായിരുന്നു, ഞാൻ അടച്ചില്ല. അങ്ങനെ നേരെ അവരെന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ബുധനാഴ്ചയാണ് എനിക്ക് ഫോൺ വിളിക്കാനുള്ള സൗകര്യമുള്ളത്. തിങ്കളാഴ്ചയാണ് പിടിച്ചുകൊണ്ട് പോയത്, ബുധനാഴ്ചയാണ് എനിക്ക് ഫോൺ വിളിക്കാനുള്ള സൗകര്യമുള്ളത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്താണ്, ഞാൻ പങ്കാളിക്ക് വിളിച്ചിട്ട് എന്നെ ഫൈൻ അടക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അമ്മോശൻ വ്യാഴാഴ്ചയാണ് ഫൈൻ അടച്ചത്. വ്യാഴാഴ്ച വൈകുന്നേരം ഞാൻ ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ അപ്പോൾ ശരി, അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്താണ്, എന്നെ അങ്ങനെ പ്രത്യേകിച്ചിട്ട് ആരും സഹായിച്ചിട്ടില്ല. ഇനി സഹായിച്ചാലും ഞാൻ എന്താണ്, വാപ്പയും ഉമ്മയും തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതും വലുതാക്കിയിട്ടുള്ളതൊക്കെ. അവർ പറഞ്ഞത് ഞാൻ കേൾക്കാറില്ലല്ലോ. അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എന്നെ സഹായിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങളെ പറയൂ, എനിക്ക് തോന്നുന്ന കാര്യങ്ങളെ പ്രവർത്തിക്കൂ. അതിപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഒരു കാര്യം വിട്ടുപോയി, ഞാൻ കോൺസുലേറ്റിനെ കാണാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ കൂടെ ഒരു ഫിലിപ്പീനി ഉണ്ടായിരുന്നു. അവൻ ഡ്രഗ് സെല്ലിംഗ് ആയിരുന്നു.
അവന് കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത് 25 വർഷം. പക്ഷെ അവൻ 9 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ 9 എനിക്ക് ശരിക്കും ഓർക്കുന്നില്ല, എന്തായാലും അവന്റെ പകുതി ശിക്ഷ പോലും കഴിഞ്ഞിട്ടില്ല. 9 വർഷത്തിൽ തന്നെ അവനെ ആ, അവന്റെ പേര് ലിസ്റ്റിൽ വന്നു. എന്നിട്ട് അവൻ ഫിലിപ്പീനിയൻ എംബസിനെ കാണാൻ പോയി. ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ എംബസിനെ കാണാൻ പോയല്ലോ, കോൺസുലേറ്റിനെ. ഒരാഴ്ച കൊണ്ട് അവൻ കയറിപ്പോയി. ഞാനോ 100 ദിവസം അകത്ത് കിടന്ന് നരകിച്ച് ആണ് പുറത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ സഹായിച്ചു, കോൺസുലേറ്റ് സഹായിച്ചു, അത് സഹായിച്ചു, ഇത് സഹായിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ ഇതൊക്കെ വിശദമായിട്ട് തന്നെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വിശദമായിട്ടാണെന്ന് അറിയില്ല, ഇത് കൂടുതൽ വീഡിയോസുകളിൽ ഈ കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്.